ചോ യൂൺ ജോങ്, ലീ സാങ് വോൺ, ഹുവാൻ സുങ് വോ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ഇതിൽ ലീ സാങ് വോൺ എന്ന് പറയുന്നത് എയർഫോഴ്സ് കമാൻഡർ ആണ്. ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ എല്ലാ കാര്യങ്ങളും കമാൻഡ് ചെയ്യുന്നത് ഇയാളുടെ ജോലിയാണ്. ഇയാളുടെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കൊരു ഭാര്യയാണുള്ളത്. ഇയാൾ ചന്ദ്രനിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ്. അടുത്ത ആളെന്ന് പറയുന്നത് ചോ യൂൺ ജോങ് ആണ്. ഇയാൾ എയർഫോഴ്സ് ലെഫ്റ്റനന്റ് ആണ്. ആ പേടകം കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത് അയാളാണ്. ഇയാളുടെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കൊരു ഭാര്യയും മകനും ഉണ്ട്. ഇനിയുള്ളത് ഹ്വാങ് സുൻ വോയാണ്. ഇയാൾ ഒരു സർജന്റ് ആണ്. ഏത് സാഹചര്യത്തിലും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതികഠിനമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പ്രായമാവാത്തതുകൊണ്ട് ഇയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ 20 മാസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവരിപ്പോൾ ചന്ദ്രനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവർ സക്സസ്ഫുൾ ആയിട്ട് ചന്ദ്രനിൽ എത്തിച്ചേരാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ശേഷം രണ്ടാമതായിട്ട് അവിടെ കാലുകുത്താൻ പോകുന്നത് ഇവരായിരിക്കും. അങ്ങനെ അവർക്ക് പോകാനുള്ള കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. കൊറിയയുടെ സ്വന്തം ടെക്നോളജി പ്രകാരം നിർമ്മിച്ച ഊരി എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒരു കുഴപ്പവുമില്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ 2029 ഡിസംബറിൽ ചന്ദ്രനിൽ എത്തിച്ചേരാൻ കഴിയും എന്നാണ് കൊറിയക്കാർ കണക്കുകൂട്ടുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു സംഭവം നടക്കുന്നത്. സൂര്യനിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള സോളാർ വിൻഡ് കടിക്കാൻ തുടങ്ങി. അതേ തുടർന്ന് അമേരിക്കയുടെ മുഴുവൻ സാറ്റലൈറ്റും അടിച്ചുപോയി. അതിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇപ്പൊ ഭൂമിയിലേക്ക് കിട്ടുന്നില്ല. മാത്രമല്ല നാസയുടെ ലൂണാർ ഗേറ്റ്വേ എന്ന പേരിലുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. അതിങ്ങനെ ചന്ദ്രനെ ചുറ്റിക്കറങ്ങുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ ആണ്. അതിനെ ആ സോളാർ വിൻഡ് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആ ലൂണാർ ഗേറ്റ്വേ